ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഭയപ്രദമായ ഒന്നാണ് വാർദ്ധക്യം. പക്ഷേ വാർദ്ധക്യം ഭയപ്പെടേണ്ടതോ ദുഃഖിക്കേണ്ടതോ അല്ല. ബാല്യവും കൗമാരവും യൗവനവും, ബാല്യകാലം നമുക്കൊന്നും അറിയാതെ ചപലമായി കഴിഞ്ഞു പോകുന്നു. കൗമാരം വിദ്യാഭ്യാസ കാലഘട്ടത്തിനും വിനിയോഗിക്കുന്നു. പിന്നീടുള്ള യൗവനം, ആ യൗവനകാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്ന് അറിയുകയും അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് വാർദ്ധക്യം ആനന്ദപ്രദമായിരിക്കും. വാർദ്ധക്യാവസ്ഥ നിർഭയമായി ചെലവഴിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അറിഞ്ഞിരിക്കണം. അതാണ് ഭഗവാനോട് മരണസമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു, എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നെല്ലാം. ഇവിടെ വാർദ്ധക്യം വന്നു ചേരുമ്പോൾ രോഗങ്ങൾ കൂട്ടിനായി വരും, അതിൽ നിന്നും മുക്തി നേടാൻ പ്രാർത്ഥിക്കുന്നു നിരന്തരം. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും വാർദ്ധക്യം വരും, അതിൻ്റേതായ ഭവിഷ്യത്ത് വരികയും ചെയ്യും. അതുകൊണ്ട് എന്താണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് അറിയുകയും അത് ബോധിച്ച ഒരാൾക്ക് വാർദ്ധക്യം സ്വാഭാവികമാണ്, അതിൽ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല എന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ വാർദ്ധക്യം വന്നു ചേരുമ്പോൾ രോഗങ്ങൾ കൂട്ടിനായി വരും. വാർദ്ധക്യത്തിൻ്റെ കൂടെ ചില കൂട്ടുകാരുണ്ട്. ഇതുവരെ നമുക്ക് പല കൂട്ടുകാരും ഉണ്ടാകും. വാർദ്ധക്യം വരുമ്പോൾ ആ കൂട്ടുകാരൊക്കെ അകന്നുപോകും. പിന്നീട് വരുന്ന കൂട്ടുകാരാണ് രോഗങ്ങൾ. സന്ധിവേദന, വയറുവേദന, തലവേദന, കണ്ണിൻ്റെ കാഴ്ചക്കുറവ്, ചെവി കേൾക്കാതിരിക്കുക, തിന്നത് ദഹിക്കാതിരിക്കുക, ശോധന ഇല്ലാതിരിക്കുക, ഇതെല്ലാം പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ആവിലമാകുന്നു. ഈ രോഗങ്ങളാണ് നമുക്ക് കൂട്ടായിട്ടുള്ളത്. അതാണ് വാർദ്ധക്യം വന്നു ചേരുമ്പോൾ രോഗങ്ങൾ കൂട്ടിനായി വരും, അതിൽ നിന്നൊരു മുക്തി നേടാൻ പ്രാർത്ഥിക്കുന്നു നിരന്തരം. എപ്പോഴും പിന്നെ പ്രാർത്ഥനയായി, ഭഗവാനെ ഈ രോഗം എനിക്ക് വരരുതേ. രോഗം വരും, വന്നതിന് സഹിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ശരീരം ജീർണിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വാഹനം കുറേ കാലം ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടയറൊക്കെ തേഞ്ഞു പോകും, ടയർ പഞ്ചറാകും, മറ്റ് അതിൻ്റെ പ്രവർത്തിക്കുന്ന യന്ത്ര സംവിധാനങ്ങൾക്കൊക്കെ തേയ്മാനം വരും, ശരിക്കും ഓടാൻ പറ്റാതെ വരുന്നു. അപ്പോൾ നമ്മൾ വർക്ക് ഷോപ്പ് കയറ്റിയിട്ട് അതിന് വേണ്ട റിപ്പയർ ചെയ്യുന്നു. അങ്ങനെ പല പ്രാവശ്യം റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി റിപ്പയറും ചെയ്യാൻ പറ്റാതെയാകും. അങ്ങനെ പറ്റാതെ ആകുമ്പോൾ അത് പാടെ ഉപേക്ഷിക്കുന്നു. അതാണ് മരണം എന്ന് പറയുന്നത്. ആ വാഹനത്തിന് ചെയ്യുന്ന ആ വർക്ക്ഷോപ്പിലുള്ള കയറ്റാണ് നമുക്ക് പല രോഗങ്ങളും വരുമ്പോൾ അതിനുള്ള പ്രതിവിധി ചെയ്യുക എന്ന് പറയുന്നത്. എത്ര പ്രതിവിധി ചെയ്താലും അവസാനം പ്രതിവിധി ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോഴാണ് ഈ ദേഹം പറ്റേ ജീർണിച്ച് ഉപേക്ഷിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ ആരാണ് എന്ന് ബോധിച്ച ഒരാൾക്ക് ദേഹം പോയാലും ഒരു ഭയവും ഉണ്ടാവുകയില്ല. അതാണ് വാർദ്ധക്യം വന്നു ചേരുമ്പോൾ രോഗങ്ങൾ കൂട്ടിനായി വരും, അതിൽ നിന്നും മുക്തി നേടാൻ പ്രാർത്ഥിക്കുന്നു നിരന്തരം. ആ പ്രാർത്ഥന കുറച്ച് മുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ അതിനൊരു ഉറപ്പെങ്കിലും കിട്ടിയിരുന്നു. എങ്കിലും ഇപ്പോഴും പ്രാർത്ഥന നമുക്ക് ആ ഈശ്വരനുമായുള്ള ഒരു സമ്പർക്കം എപ്പോഴും മനസ്സിന് ബലമുണ്ടാകും, മനസ്സിന് ബലം നൽകും. ബലമുള്ള ഒരു വസ്തുവിനോട് ബന്ധം പുലർത്തിയാൽ നമുക്കും അതേ ബലം ലഭിക്കുന്നതാണ്. എന്നാൽ ദുർബലമായ ഒന്നിനോടാണ് നമ്മൾ ബന്ധപ്പെടുന്നതെങ്കിൽ അത് ദുർബലപ്പെട്ടു പോകുമ്പോൾ നമ്മളും ദുർബലമായി പോകും. അതുകൊണ്ടാണ് ഏറ്റവും ബലവത്തായ സർവേശ്വരനെ സർവാത്മന ആശ്രയിക്കുമ്പോൾ നമ്മളും ബലമുള്ളതായിത്തീരും. അതാണ് നാം വാർദ്ധക്യം എത്തുമ്പോഴേക്കും നേടേണ്ട പരമപ്രധാനമായ ലക്ഷ്യം. ആ ലക്ഷ്യപ്രാപ്തി ആര് നേടുന്നുവോ
അവർ കൃതാർത്ഥരായിരിക്കും, അവർ സന്തുഷ്ടരായിരിക്കും. ആ സന്തോഷമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. വാർദ്ധക്യം വന്നു ചേരുമ്പോൾ രോഗങ്ങൾ കൂട്ടിനായി വരും. അതിൽ നിന്നു മുക്തി നേടാൻ പ്രാർത്ഥിക്കുന്നു നിരന്തരം. ഹരേ കൃഷ്ണ.